ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ 9:30 എത്തിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെയായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ആയി, ക്ഷമിക്കണം. എന്താണെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അതെ, നിർബന്ധമാണ്, കാണണല്ലോ. ടീസറിന് കോപ്പിറൈറ്റ് കിട്ടി, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ട്രെയിലർ നോക്കാം. കിട്ടിയാൽ ഇവിടെ ഉണ്ടാവും, കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ഓക്കെ, കാണാം. എന്തായാലും വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫും പൃഥ്വിരാജും ഒരുമിക്കുന്ന സിനിമ കേട്ടോ. ത്രില്ലാണ്, ത്രില്ല്. റെഡി. آها سيدي أنا سأتزوج. أوه جيد جدا، أتمنى لك كل السعادة. في كيرلا. أين في كيرلا؟ معبد غوريوايور. سيكون الاحتفال هناك. أيوة غوريوايور أمبلناديل. وين؟ വായു أمبالا نديل. കറക്റ്റ് സർ. നിന്റെ ചേട്ടനുണ്ടല്ലോ കുറച്ച് ഓവറാ. കുറച്ചല്ല, കുറച്ചധികം. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സാധു ചെക്കനെ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യും. ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായ ജീവിതമായിരിക്കും. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമെ പരിക്കൊന്നും കാണുന്നില്ല. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഞാൻ ജോർജ്, MBBS MD in psychiatry. I am മായൻകുട്ടി വി. ഹലോ. മലയ്ക്ക് പോവാൻ മാലക്കിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും. രാത്രിയിൽ നീ എനിക്കൊരു കട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. അഴിക്കരുതിന്റെ മട്ടൻ. അമ്മ, അഞ്ജലി, അച്ഛൻ, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം ആനന്ദം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാനുള്ളൂ, തമിഴനും തെലുങ്കനും എല്ലാവരും. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. എൻ്റെ മോളുടെ കല്യാണമാണ്. നിങ്ങളെല്ലാരും വരണം അല്ലേ? അത് സാധനം പോലെ ഫീൽ ചെയ്തല്ലേ? സത്യം. ഓക്കെ, എന്താണെങ്കിലും ട്രെയിലർ ഭയങ്കര എന്താ, സിനിമ കാണുന്നതിന്റെ മുന്നേ നമുക്ക് സിനിമയിലേക്കുള്ള ഒരു സാധനം തരുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. അതായത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതെ, നല്ല കോമഡി വർക്ക് ആകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. ഈ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടുപ്പിച്ചല്ലോ. കൺഫ്യൂഷൻ എന്ന് പറയണ്ടല്ലോ, ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഈ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ്, ആനന്ദനെ കൊണ്ടാണ് കുടുങ്ങാൻ പോകുന്നത്. അതായത് ഏട്ടനെ കൊണ്ട്, അതായത് ഏട്ടനെ കുറിച്ച് കുറച്ച് കൂടുതൽ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയ എന്തോ ഒരു പിരിവെട്ടിയ കേസല്ലേ എന്നൊരു സംശയം. ആൾക്കാണ് പ്രശ്നം അതോ അനശ്വരക്കാണ് പ്രശ്നം, ജോസഫ് ചെയ്യുന്ന കഥാപാത്രത്തിനാണ് പ്രശ്നം? എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവര് 3 പേരില്. അതിനകത്ത് കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കറിയാലോ ചില ആൾക്കാർ അങ്ങനെയാണ്, കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സാധനം കാണിക്കുന്നത് പൃഥ്വിരാജാണ്. അതായത് കൂടുതൽ സ്നേഹം, അതായത് കുറച്ച് ചെറിയ വികാരങ്ങൾക്ക് ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ട് കൂടുതൽ ഇത് കാണിക്കുന്ന ഒരു പ്രശ്നം. അത് ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതെ, അതിനകത്ത് ഒരു കാര്യം അമ്മ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ആനന്ദിന് ഒരാളോട് ഇത്രയ്ക്കും ഇഷ്ടം തോന്നുന്നത് ആദ്യമായിട്ടാണെന്ന്. അപ്പൊ ഇവര്, അതായത് നമ്മുടെ ആനന്ദിന്റെ ക്യാരക്ടറിനനുസരിച്ചാണ് കല്യാണമൊക്കെ തീരുമാനിക്കുന്നത്. അത് തന്നെ, ആൾക്കൊരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ബേസിനോട് തോന്നുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് പോണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും കണ്ടറിയാം. അപ്പൊ ഇതുവരെ നമ്മള് കരുതിയിരുന്നത് നേരെ തിരിച്ചായിരുന്നു. പക്ഷെ ട്രെയിലർ വന്നപ്പം നേരെ തിരിഞ്ഞു. അത് ബേസിലിനെ കൊണ്ട് തന്നെ കെട്ടിക്കൂ എന്നുള്ള ഉറച്ച ഇതിൽ നിൽക്കുന്ന ആളായിട്ടാണ് പൃഥ്വിരാജ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം കൊണ്ട്, ടീസർ കണ്ടപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യം ഉണ്ടായിരുന്നു, പൃഥ്വിരാജിന്റെ ഒരു സാധനം കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഇത് കണ്ടപ്പം അത്, പക്ഷെ ആ ടീസറിന്റെ റിയാക്ഷൻ വന്നിട്ടില്ല കേട്ടോ. അതെ, പുറത്ത് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞതാണ്. അതെ, അത് ശരിയാ, വന്നിട്ടില്ല. അത് മറ്റേ കോപ്പിറൈറ്റ് കിട്ടിയായിരുന്നേ. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്, പൃഥ്വിരാജിന്റെ
കുറച്ച് ഓവറായി തോന്നിയെന്ന്. അതെ, അതായത് അപ്പൊ അതിനും ന്യായീകരണം നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തമാട്ടോ, കാര്യം വ്യക്തമാണ്. ആളുടെ ക്യാരക്ടറിന് എന്തോ ഒരു വിഷപ്പിഷക് ഉണ്ടോ എന്നൊരു തോന്നല്. ചെറിയ ആ 99ാമത്തെ പിരി, അതെ, ആ പിരിയിൽ എന്തോ പ്രശ്നം. അത് കുറച്ച് ലൂസാണോ അതോ കുറച്ച് കൂടുതൽ ടൈറ്റ് ആണോ എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ ഞാനും കരുതി എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നു. കുറച്ചൊന്നല്ല, അത് ഭയങ്കര ഓവറായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അന്ന് നമുക്കൊരു ന്യായം ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആടുജീവിതം എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടിട്ട് പിന്നെ ഇതിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് തോന്നിയതായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു. പക്ഷെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ ആളുടെ ക്യാരക്ടർ കുറച്ച് ഓവർ തന്നെയാണ്. അങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി. ഇത് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഇനി സിനിമ എങ്ങനെയാണെന്നുള്ള അറിഞ്ഞുകൂടാ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അതായത് ആ അറബി ഇപ്പം 3 സിനിമകളിലായി അടുപ്പിച്ച് വരുന്നത്. സത്യം. അതും പൃഥ്വിരാജിന്റെ സിനിമയിൽ തന്നെ 2 എണ്ണം. ഒന്ന് ആടുജീവിതത്തിലുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിലുണ്ടായിരുന്നു, ഇതാ ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയില്. ആളിപ്പോ ശരിക്കും മലയാളം പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചു. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അമ്പലനടകൾ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു ടൈറ്റിലിങ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ അറബി സംസാരിക്കുന്ന ആൾക്കാർ, ജാപ്പനീസ്, ഇവരെല്ലാരും കൂടി ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളത് ഫുള്ള് ചെയ്യുന്നത് അത് നല്ല അടിപൊളിയായിരുന്നു. അതെ, അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, അതായത് ഒരു അമ്പലത്തിലെ കല്യാണം ഉണ്ടല്ലോ, അതിലേക്കാണ് എല്ലാം കൂടി എത്തിപ്പെടുന്നത്. അതായത് ഇതിനു മുൻപ് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, പലതരം പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നത് മൊത്തം എത്തിപ്പെടുന്നത് ഈ കല്യാണത്തിലേക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വെട്ടം പോലെയൊക്കെ ഒരു സാധനം ആവാൻ സാധ്യതയുണ്ട്. പണ്ട് കാലത്ത് ഈ പ്രിയദർശൻ സിനിമകളൊക്കെ ഉണ്ട്, അതിന്റെ ഒക്കെ ഇങ്ങനെയായിരിക്കും. അതായത് തുടക്കം മുതലേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കൂടി ക്ലൈമാക്സിലേക്ക് വരിക. അത് എവിടെയാണോ അവിടെ ആയിരിക്കും അതെല്ലാം തീരുന്നത്. അതെ, അവിടെ വെച്ചിട്ടായിരിക്കും എല്ലാം തീരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ടൈപ്പിലുള്ള സിനിമ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും 16-ാം തീയതി. എന്തായാലും പൃഥ്വിരാജിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ് തോന്നുന്നുണ്ട്. അതിന് കാരണം ഇതിൽ കൂടെ അഭിനയിച്ചവരാണ്. ആളുടെ സിനിമകളിൽ ഇതുവരെ വരാത്ത കുറേ ആൾക്കാരാണ് ഇതിൽ വന്നിട്ടുള്ളത്, അല്ലേ? അതൊരു സത്യം. അത് തന്നെ ഒരു ഫ്രഷ്നെസ്സാണ്. ഒരു പുതിയ യൂണിവേഴ്സിൽ പൃഥ്വിരാജ് വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഭയങ്കരമായിട്ടുള്ള നല്ലൊരു എന്റർടൈനർ മൂവി തന്നെ ആകാനാണ് ചാൻസ് ഉള്ളത്. നമ്മൾ കണ്ടതാണല്ലോ ജയ 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 ഹേ. തീർച്ചയായിട്ടും. അപ്പം അതിന്റെ ഒരു വൈബ് വെച്ചിട്ട് നമുക്ക് ഇതും അളക്കാം. അതിനോട് ഈ ബേസിൽ ജോസഫ് ഉണ്ടല്ലോ, ആളൊരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വാഴ്ത്തി പാടുന്നുണ്ട്. ശരിക്കും അത് തോന്നുന്ന രീതിയിൽ തന്നെ കേട്ടോ ആളുടെ പെർഫോമൻസ് ഒക്കെ. ആളുടെ എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെ. ആള് സ്ക്രീനിൽ വരുമ്പോൾ ആളോട് ഇഷ്ടം തോന്നുകയാണ്. പിന്നെ മാത്രമല്ല, ആളത് സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ഓരോരുത്തർ, അതുപോലെയാണ് ആളത് എല്ലാം ഡെലിവറി ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ പോലും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിൽ നിന്ന് പോകും. ആ സംഭവം വരെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ ജീവിതം, അങ്ങനെ തോന്നിപ്പോവും. ആളുടെ ഓരോ ക്യാരക്ടേഴ്സും വരുന്നത് അടിപൊളിയായിട്ട് തന്നെ. ആൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന ആളാണ്. ചെറുതായിട്ടുള്ള സംഭവങ്ങൾ പോലും നല്ല ഫണ്ണ് പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും. അതെ. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, 4-5 ദിവസമേ ഉള്ളൂ സിനിമ കാണാൻ. കണ്ടിട്ട് ബാക്കി. അല്ല, വേറെ പ്രശ്നമുണ്ട്. എന്താ? നീയല്ലേ കാണുന്നത്? ഞാനാണ് കാണുന്നത്. ഇവനാണ് 16-ാം തീയതി ഇതിന് പോകുന്നത്. ഞാൻ പോകുന്നത് ഹൃദയഹാരിയായ പ്രണയകഥക്കാണ്. ചെറുക്കൻ ഭയങ്കര കലിപ്പില്ല, വിട്ടുതരില്ല. അത് ഞാൻ തരൂല. പോരാത്തതിന് പൃഥ്വിരാജും കോപ്പ് വരും. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങൾ അതുകൊണ്ടാണ് ആടുജീവിതം ആ ന്യായീകരണം കണ്ടില്ലേ, അതായത് ഓവർ തന്നെയായിരുന്നു. പക്ഷെ ആടുജീവിതം അഭിനയിച്ചത് കൊണ്ട് നമുക്ക് ഇതിൽ ഓവറായി തോന്നുന്നതാണ്. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ ഓവറായിരുന്നു എന്നുള്ളത് ഞാൻ തുറന്നടിച്ച് പറഞ്ഞോ. അത് പറഞ്ഞോ. പക്ഷെ അതിന്റെ കൂടെ ന്യായീകരണത്തിനും അത് സ്വാഭാവികമായിട്ടും വരുന്ന സാധനമല്ലേ. അത്രയും ആടുജീവിതം അഭിനയിച്ച ആള് അതിനുശേഷം വരുമ്പോ, അതായത് മൈന്യൂട്ടായിട്ട് ചെറിയ സാധനങ്ങൾ ഇട്ട് തുടങ്ങണം, ഓവറാവരുത് എന്നുള്ളത്. ചോട്ടമിയാനും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഉള്ള കാര്യം നമ്മൾ എവിടെ മുഖത്തോക്കി പറയും. എന്തായിരുന്നു ചെറിയ സാധനങ്ങൾ മൈന്യൂട്ടായിട്ടുള്ളത് കിട്ടുന്നില്ല. അതെന്തായാലും പോട്ടെ കേട്ടോ. ബൈ.